ആഷിക്കെ മെയ് 4 കഴിഞ്ഞാൽ വി ഡി സതീശൻ വനവാസത്തിലായിരിക്കുമെന്നാണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ ആരെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനു മുൻപേ തന്നെ അദ്ദേഹം വനവാസത്തിലാണ്. വാഗമണിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ വനവാസം എന്ന് പറയുന്ന റിസോർട്ടിൽ അദ്ദേഹം എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. നമുക്ക് അദ്ദേഹം എവിടെ പോകുന്നു എന്നുള്ളതല്ല, ശരിക്കും എനിക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തെ ശത്രുക്കൾ മെയ് 4 ശേഷം അദ്ദേഹം വനവാസത്തിലായിരിക്കും എന്ന് പറയുവാനുള്ള കാരണം. മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന ഒരു പ്രതീക്ഷയോടെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് സതീശൻ വനവാസത്തിലേക്ക് പോകും, അല്ലെങ്കിൽ സതീശൻ ഇനി നാട് കാണില്ല എന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹത്തിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സംഭവം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം നുണേഷൻ എന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പേജ് തന്നെ ഈ ഇടത് ഹാൻഡിലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. രാഷ്ട്രീയ വനവാസം എന്നാൽ രാഷ്ട്രീയം പാടെ ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട് സ്വന്തം കാര്യം നോക്കി നിൽക്കുക എന്നുള്ള ഒരു പ്രയോഗമാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മുടെ AK ശശീന്ദ്രൻ വനം മന്ത്രി അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. സതീശൻ്റെ വനവാസത്തിന് വനം വകുപ്പ് എല്ലാ പിന്തുണയും നൽകും, അദ്ദേഹത്തിന് ഒരു കാട് തന്നെ വിട്ടു നൽകും എന്നുള്ള രീതിയിലുള്ള ശശീന്ദ്രന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വനവാസം ഏതാണ് അല്ലെങ്കിൽ വനവാസം ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും ത്രാണിയില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. വിട്ടുകൊടുക്കാനായിട്ട് ഈ വനം എന്ന് പറയുന്നത് AK ശശീന്ദ്രന്റെ കുടുംബസ്വത്താണോ? അല്ലല്ലോ. അല്ല, അവിടെ കയറി തగ్గടിക്കാൻ നോക്കിയതാണ് ശശീന്ദ്രൻ. പക്ഷെ അത് തിരിച്ച് ബൂമറാങ് പോലെ തിരിച്ച് തലയ്ക്കൊന്ന് കൊണ്ടു. അദ്ദേഹം നിയമസഭ കാണുമോ എന്ന് പോലും സംശയമാണ്. അത് മറ്റൊരു കാര്യം. എന്താണെങ്കിലും ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ട്രോളാൻ വന്ന എല്ലാവരെയും തന്നെ ഈ നമ്മുടെ വി ഡി സതീശൻ തിരിച്ച് ട്രോൾ ചെയ്തതുപോലായി. വനവാസം എന്ന് പേരുള്ള ഒരു റിസോർട്ടിലാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോകുന്നതെന്ന് അറിയില്ല. അദ്ദേഹം വനവാസം എന്ന് പേരുള്ള റിസോർട്ടിൽ നിൽക്കുന്ന ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറൽ. ഈ വാഗമണിലുള്ള ഒരു റിസോർട്ടാണ് വനവാസം. അത് പുതിയതായിട്ട് കൊണ്ട് ആരംഭിച്ചാണെന്ന് തോന്നുന്നു. അവിടെയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ പറയുന്ന വനവാസം റിസോർട്ട്. എന്താണെങ്കിലും വി ഡി സതീശൻ്റെ വനവാസം അവിടെ നിൽക്കട്ടെ, അതൊരു സൈഡിൽ നിൽക്കട്ടെ, നമുക്കതിനെ മാറ്റി നിർത്താം. എനിക്ക് ചോദിക്കാനുള്ളത്, വി ഡി സതീശൻ്റെ മാന്യത വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി തോൽക്കുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. അതായത് അദ്ദേഹം പറഞ്ഞത് തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും അദ്ദേഹം ഏറ്റെടുക്കും, അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല. ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷം തോൽക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നമുക്ക് 2 മുന്നണികളാണ് നമുക്കിവിടെ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ട് നിലനിൽക്കുന്നത്. ഒന്ന് ഐക്യജനാധിപത്യ മുന്നണിയും മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. എനിക്കറിയേണ്ടത് ഇതൊന്നുമല്ല. വി ഡി സതീശൻ്റെ മാന്യതയ്ക്ക് അദ്ദേഹം പറയുന്നു, ഞാൻ വിട്ടുനിൽക്കും, ഞാനൊരു വനവാസത്തിന് പോകും. ഇടതുപക്ഷം തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പറയുന്ന തగ్గടിച്ച ശശീന്ദ്രനോ അല്ലെങ്കിൽ ഈ പറയുന്ന MV ഗോവിന്ദനോ ഈ പറയുന്ന പിണറായി വിജയനോ അതല്ലെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലും ഏറ്റെടുത്ത് അവർക്ക് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇവർ പൊതുരംഗത്ത് നിന്ന് മാറി നിന്നാൽ ഇവർ ഒന്നുമല്ല, അതവർക്കറിയാം. അതെ, അതായത് ഈ ഒരു അധികാരമുണ്ടെങ്കിലേ ഈ പറയുന്ന ശശീന്ദ്രനായാലും MV ഗോവിന്ദനായാലും പിണറായി വിജയനായാലും ഒരു വിലയുള്ളൂ. അതേസമയം വി ഡി സതീശന് അതിന്റെ ആവശ്യമില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയാണ്. അതെ, മനുഷ്യസ്നേഹി. കൂടാതെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല ഹോബികളും പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ ട്രക്കിംഗ് പോലുള്ള വിനോദങ്ങളുണ്ട്. പിന്നെ അദ്ദേഹം നന്നായിട്ട് ഒരുപാട് തത്വചിന്തകൻ അതുപോലുള്ള ഒരു ലെവലിലേക്കുള്ള ഒരു മനുഷ്യൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ്. ആഷിക്ക്, എനിക്ക് വീണ്ടും ഇങ്ങനെ സംശയങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും സംശയങ്ങൾ വരുവാണ്. എൻ്റെ സംശയം ഇതാണ്, അധികാര കസേരകളിലിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കൾ വെറും എന്താ പറയുന്നത് മുഖ്യ പ്രതിപക്ഷമായ ഒരു MLA ആണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു MLA മാത്രമാണ്. അദ്ദേഹത്തെ ഇത്ര കണ്ട് ഭയപ്പെടണമെന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന നാളത്തെ മന്ത്രിയെ ഇനി വരാൻ പോകുന്ന പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള ഇടതുപക്ഷം ശക്തമായി ഭയക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ്റെ കടന്നുവരവിനെ ഭയത്തോടെയാണ് ഇടതുപക്ഷം കാണുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു സത്യമല്ലേ? 1000 ഇടതുപക്ഷത്തിന് ഒരു സതീശൻ എന്നാണ് കണക്ക്. നിയമസഭയിൽ വി ഡി സതീശനും ഒരേ സമയം നേരിട്ടത് 3 മന്ത്രിമാരാണ്. പി രാജീവ്,
MP രാജേഷ്, അതുപോലെ K രാജൻ. ഈ 3 പേരും മാറി 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 അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കി. പക്ഷേ അവരുടെ കഴിവിൻ്റെ പരമാവധി കിണഞ്ഞ് ശ്രമിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടങ്ങുകയാണ്. പക്ഷേ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വരുമ്പോൾ, അതായത് ഇടത് അനുകൂലികളുടെ ഒരു പോസ്റ്റിൽ വരുന്നത് സതീഷ്, അതെ, അത് മാത്രമല്ല, ഇപ്പോൾ തള്ളൽ മാമൻ എന്ന് പറയുന്ന ഒരു പേജ് കൂടി വന്നിട്ടുണ്ട്. അതിലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ പിന്നെ വായിക്കാം. കാരണം അവരുടെ ആ ഒരു പോസ്റ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സതീഷിനെ പൂട്ടി മന്ത്രിമാർ, അതായത് ഒരു പ്രതിപക്ഷ നേതാവിനെ തളച്ചിടാൻ വേണ്ടിയാണ് സംസ്ഥാനത്തെ 3 ക്യാബിനറ്റ് മന്ത്രിമാർ കഷ്ടപ്പെട്ട് ഒരു വേർത്തൊലിച്ചത്. അതേസമയം മുഖ്യമന്ത്രി വശംവദനായ ഒരു മൂലയ്ക്ക് ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന് ഒരു നേരിടാൻ ഒരു ത്രാണിയില്ലാത്തൊരവസ്ഥ പ്രതിപക്ഷ നേതാവിന് ഫേസ് ചെയ്യാൻ വയ്യ. അതെ, അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിന് ഫേസ് ചെയ്യാൻ ഈ നമ്മുടെ സ്റ്റേറ്റ് മുഖ്യമന്ത്രിക്ക് ആവുന്നില്ല. അല്ല, പിണറായി സഖാവിന് വയ്യ. നമ്മൾ കണ്ടതല്ലേ, പിണറായി സഖാവിനെ 4 പേര് പിടിച്ചിട്ടാണ് അദ്ദേഹത്തെ വേദി കയറ്റുന്നത്. അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന ശബ്ദത്തിന് മാത്രമേ ധൈര്യമുള്ളൂ. കടക്ക് പുറത്ത് അമ്മാതിരി ചോദ്യങ്ങളൊന്നും വേണ്ട. പിന്നെയുള്ളത് തള്ളൽമാമന്റെ പോസ്റ്റ് ഒന്ന് കാണിക്കൂ, കാണണ്ടേ? തള്ളൽമാമന്റെ പോസ്റ്റ് ഇതാണ്: നാട്ടിൽ ചിലരുണ്ട്, വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുമ്പോൾ കള്ളു കുടിക്കാനും പെണ്ണു പിടിക്കാനും വേണ്ടി ദൂരെ ഏതെങ്കിലും റിസോർട്ടിൽ പോകും. അതുപോലെയാണ് ഇപ്പോൾ നുണേഷനും പോയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ മുങ്ങി വോട്ടിംഗ് മെഷീൻ എല്ലാം സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട ആൾ തന്നെ മുങ്ങി. ഒരു മിനിറ്റ്, ഒന്നുകൂടെ റിപ്പീറ്റ് അടിക്കൂ. നാട്ടിൽ ചിലരുണ്ട്, വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആവുമ്പോൾ കള്ളു കുടിക്കാനും പെണ്ണു പിടിക്കാനും. അവിടെയാണ് എനിക്ക് വ്യക്തത, ഇപ്പോഴാണ് എനിക്കൊരു വ്യക്തത വന്നത്. കാരണം നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ കുടുംബത്ത് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മറ്റൊരാളുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങൾ ഇട്ട് കൊടുക്കില്ല. സ്വന്തം കുടുംബത്ത് വീട്ടിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഭാര്യയില്ലാത്ത സമയത്ത് പെണ്ണുപിടിക്കാൻ പോകുന്ന ചിലരെയൊക്കെ സഹവാസമുള്ളത് കൊണ്ടായിരിക്കാം. അതായത് 5000 കാമുകിമാരുള്ള മന്ത്രിയൊക്കെ സ്വന്തമായിട്ടുള്ളത് കൊണ്ടും ഈ പറയുന്ന, അതെ, ഒരു സ്വന്തമായിട്ടൊരു യദുകുല നായകൻ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ തള്ളൽമാമൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുവാനായിട്ടുള്ള വാക്കുകൾക്ക് കടമെടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ആ ഒരു പോയിന്റ് അതാണ് എന്നെ ഹഠാതെ ആകർഷിച്ചത്. വീട്ടിലെ തിരക്കുകളെല്ലാം കഴിയുമ്പോൾ കള്ളുകുടിക്കാനും പെണ്ണ് പിടിക്കാനും ചിലർ റിസോർട്ടിലേക്ക് പോകുന്നു, ചിലർ വീടിനെ റിസോർട്ടാക്കുന്നു, വീട്ടിലേക്ക് ചിലർ വീടിനെ റിസോർട്ടാക്കുന്നു. എന്തായാലും വി.ഡി. സതീശൻ പോയിട്ടുണ്ടെങ്കിൽ റിസോർട്ടിലേക്കാണ് പോയത്. എന്തായാലും സ്വന്തം ഭാര്യ അതല്ല, അത് അദ്ദേഹം വേറെ ഒരു കാര്യത്തിനുമല്ല, അദ്ദേഹം ക്ഷണിതാവാണ്. അദ്ദേഹം ഒരു ക്ഷണിതാവാണ്. ആ ഒരു റിസോർട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ക്ഷണിച്ചു വരുത്തിയത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം പോയിട്ടുള്ളത് സ്വന്തം ഭാര്യയും മക്കളുമായിട്ടാണ്. അല്ലാതെ ഭാര്യയും മക്കളും ഇല്ലാത്ത സമയത്ത് അദ്ദേഹം സ്വന്തം വീടിനെ റിസോർട്ടാക്കി മാറ്റിയിട്ടില്ല. അതാണെങ്കിലും തള്ളൽമാമന്മാര് അങ്ങ് തള്ളട്ടെ. വി.ഡി. സതീശന്റെ വനവാസം കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം വനവാസത്തിലുണ്ടായിരുന്നു. വനവാസം കഴിഞ്ഞ് അദ്ദേഹം വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വനവാസത്തിന് പോവാതെ കാത്തുരക്ഷിക്കട്ടെ സ്വയം. അപ്പോൾ മെയ് 4-ന് ശേഷം അറിയാം ആരൊക്കെ ഇടതുപക്ഷത്തിൽ നിന്നും വനവാസത്തിന് പോകും. അവരൊന്നും വനവാസത്തിന് പോകത്തൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം വാക്കിന് ഉറപ്പില്ല, അതുകൊണ്ട് തന്നെ വാക്കുകളൊന്നും പറയാറുമില്ല. അപ്പോൾ ഓരോ ക്യാപ്സ്യൂളായിരിക്കും പുറത്തിറങ്ങുക. അത് തീർച്ചയായും. തോൽറ്റത് ഞങ്ങളല്ല, നിങ്ങളാണ്.